ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ റോസ് ഫാഷനി ബ്യൂട്ടിക്കുള്ള ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്നതിന് മുൻപായിട്ട് ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നാലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുൻപ് സ്റ്റിച്ച് ചെയ്ത കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ഗാലറിയിൽ കിടക്കുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാനിതൊക്കെ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഞാനിതിലിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തുകൊണ്ട് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന്. അപ്പോൾ ഇതൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് മോഡലാണെന്നും അതുപോലെ തന്നെ ഇത് എന്തിന് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതെന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ വന്ന് ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നാലാണ് നമ്മുടെ ഈ വീഡിയോസ് കൂടുതൽ ഫ്രണ്ട്സിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മോഡൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ഒന്ന് ഫുൾ വീഡിയോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതൊരു നമ്മളൊരു സാരി വെട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത ഒരു ഫ്രോക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടൊരു സ്റ്റെപ്പ് ഫ്രോക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മുടെ കസ്റ്റമർ തന്ന മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ആൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ്. ഇത് കസ്റ്റമർ ഇട്ടിട്ടുള്ളൊരു പിക്ക് നമ്മുടെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ഇട്ടിട്ട് ഭയങ്കര നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുരിദാറാട്ടോ. അപ്പോൾ അതിൻ്റെ കൈ ഇതുപോലെ പഫ് തന്നെ വെക്കണമെന്ന് നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ക്വയർ നെക്കോട് കൂടി വരുന്ന ഒരു പഫ് സ്ലീവായിട്ടുള്ള ഒരു ചുരിദാറായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഗാലറിയിൽ മുൻപ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എടുത്തിരുന്ന വീഡിയോസാണ് കേട്ടോ. പിന്നെ ഇതൊരു ബ്ലൗസാണ്. ഇത് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മുടെ മെറ്റീരിയൽ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളോട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മളതുപോലെ ആളുടെ മെഷർമെൻറ്റിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുരിദാർ ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തു വയ്ക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാൾ അത് സൂക്ഷിച്ച് പിന്നീട് തയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ക്ലോത്തിനൊക്കെ ഡാമേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതൊരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ ഈ സാരി എടുത്തിട്ട് അതിൻ്റെ ബ്ലൗസ് അതിന് കൂടെ തന്നെ ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതുപോലെ തന്നെ ആൾക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വള്ളിയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആളുടെ കസിൻസിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ മുൻപും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ഒരു മിറർ വർക്കായിട്ടുള്ളൊരു മെറ്റീരിയലാട്ടോ. പിന്നെ ഈ ഒരു സാരി നമുക്ക് ഇതിൻ്റെ ഒരു വിത്ത് ബ്ലൗസ് നമുക്ക് വെട്ടിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു നമുക്ക് ഉടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും വരുന്നത് ഈ ഒരു കളർ തന്നെയാണ്. പിന്നെ ഇതും നമ്മുടെ കസ്റ്റമർ നമുക്ക് തന്നിരുന്ന ഒരു ബൾക്കൊരു എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് നമ്മുടെ കടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുമിച്ചാണ് നമ്മൾ എല്ലാം ഒരു 6-7 ജോഡി ആൾക്ക് നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും കൊണ്ടുവന്നിരുന്ന സാരിയും അതുപോലെ തന്നെ അതിൻ്റെ വിത്ത് ബ്ലൗസൊക്കെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഇതും ആളുടെ തന്നെ ഒരു ബ്ലൗസായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗാലറിയിൽ നമ്മൾ മുൻപ്
നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. കാരണം പെരുന്നാളായിട്ടും അതുപോലെ തന്നെ ക്രിസ്മസൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീഡിയോസ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എന്നാൽ ഇനി വീഡിയോസ് ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ അയക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മൾക്കും ഒരു സപ്പോർട്ടായി, നമുക്കും ഒരു എൻകറേജ്മെൻറ്റായി. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഇതൊരു സാരിയുടെ ബ്ലൗസ്, നമുക്കിത് യൂണിഫോമാണ്. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നമ്മുടെ ഒരു കസിൻ്റെയാണ്, അപ്പോൾ നമ്മുടെ ചേച്ചിയുടെയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പട്ടുപാവാടയുടെ ഒരു ബ്ലൗസായിട്ട് വരും. അപ്പം നമുക്കതിൻ്റെ ഷാളും കാര്യങ്ങളൊക്കെ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് കസവിൻ്റെ പറഞ്ഞിരിക്കുന്ന ആ സാരിയുടെ തന്നെയുള്ള ഒരു സ്ലീവാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, വർക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതും നമുക്കൊരു ബ്ലൗസായിരുന്നു. ഇതൊക്കെ നമ്മൾ മുൻപ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതല്ല, മുൻപ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത വീഡിയോസ് നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട്